بسم الله الرحمن الرحيم. وإذ يقول المنافقون والذين في قلوبهم مرض ما وعدنا الله ورسوله إلا غرورا. وإذ قالت طائفة منهم يا أهل يثرب لا مقام لكم فارجعوا ويستأذن فريق منهم النبي يقولون إن بيوتنا عورة وما هي بعورة إن يريدون إلا فرارا. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഖുർആൻ പദം 1438 ദിവസത്തിലേക്ക് എല്ലാവരെയും ഹാർദമായി സ്വാഗതം ചെയ്യുന്നു. വിശുദ്ധ ഖുർആനിലെ 33-ാമത്തെ അധ്യായമായ സൂറത്തുൽ അഹ്സാബിലെ 12-13 ആയത്തുകളാണ് ഇന്ന് പഠന വിധേയമാക്കുന്നത്. ക്ലാസ് ആരംഭിക്കുന്നതിനായി ആദരണീയനായ ഡോക്ടർ A.I. വിലായുത്തുള്ള സാഹിബിനെ ക്ഷണിക്കുന്നു. السلام عليكم ورحمة الله وبركاته. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. وإذ يقول المنافقون والذين في قلوبهم مرض ما وعدنا الله ورسوله إلا غرورا. وإذ قالت طائفة منهم يا أهل يثرب لا مقام لكم فارجعوا ويستأذن فريق منهم النبي يقولون إن بيوتنا عورة وما هي بعورة إن يريدون إلا فرارا. صدق الله العلي العظيم. സൂറത്തുൽ അഹ്സാബിലെ 12-13 ആയത്തുകളാണ് ഞാൻ നിങ്ങളെ കേൾപ്പിച്ചിട്ടുള്ളത്. അഹ്സാബ്, ബനു ഖുറൈള എന്നീ രണ്ട് സംഭവങ്ങളെ പരാമർശിച്ചുകൊണ്ടുള്ള കാര്യങ്ങളാണ് സൂറത്തുൽ അഹ്സാബിൽ നമ്മൾ വായിച്ചുകൊണ്ടിരിക്കുന്ന ഭാഗത്ത് അള്ളാഹു വിവരിക്കുന്നത്. അഹ്സാബിന്റെ വേളയിൽ പ്രത്യേകിച്ച് ശത്രു സൈന്യങ്ങൾ എല്ലാവരും തന്നെ നാലുപാട് നിന്നുമായി മുസ്ലിങ്ങളെ, മദീനയിലുള്ള ആളുകളെ വളഞ്ഞ ഘട്ടത്തിൽ അള്ളാഹു അവർക്കായി ചെയ്ത നിഅമത്തുകൾ ഓർക്കണം എന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ വിവരണം തുടങ്ങുന്നത്. അതിശക്തമായ കാറ്റ് അടിച്ചു വീശുകയും അതുപോലെ നിങ്ങൾക്ക് കാണാൻ സാധിക്കാത്ത വിധത്തിലുള്ള സൈന്യത്തെ കൊണ്ട് പിൻബലം നൽകിക്കൊണ്ടും അള്ളാഹു നിങ്ങളെ സഹായിക്കുകയുണ്ടായി എന്ന കാര്യം അള്ളാഹു വ്യക്തമാക്കുകയുണ്ടായി. നിങ്ങളുടെ മേൽഭാഗത്തു നിന്നും അതുപോലെ കീഴ്ഭാഗത്തു നിന്നുമായിട്ട് നിങ്ങളുടെ നേരെ ശത്രുക്കള് പാഞ്ഞെടുത്ത ഘട്ടത്തില് കണ്ണുകൾ തുറച്ചു പോവുകയും ഹൃദയങ്ങള് തൊണ്ടയിലേക്ക് കയറി വരികയും ചെയ്യുന്ന ഒരു അനുഭവമാണ് നിങ്ങൾക്കുണ്ടായത്. അള്ളാഹുവിനെ കുറിച്ച് നിങ്ങൾ അടിസ്ഥാനരഹിതമായ പല ഊഹങ്ങളും വെച്ചു പുലർത്താൻ അല്ലെങ്കിൽ രൂപപ്പെടുത്താൻ പോലും അത് കാരണമായിട്ടുണ്ട്. ആ ഘട്ടത്തിൽ വിശ്വാസികൾ ശരിക്കും പരീക്ഷണത്തിന് വിധേയമാവുകയായിരുന്നു. അതുപോലെ അതികഠിനമായി അവര് വിറപ്പിക്കപ്പെടുകയും ചെയ്യുകയുണ്ടായി എന്നാണ് അള്ളാഹു സൂചിപ്പിച്ചത്. അതിനെ തുടർന്ന് ആ സന്ദർഭവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ചില കാര്യങ്ങളാണ് ഞാൻ ഇന്ന് നിങ്ങളെ കേൾപ്പിച്ചിട്ടുള്ള 12-13 ആയത്തുകളിൽ വിവരിക്കുന്നത്. നമുക്ക് ആ ആയത്തുകളെ ഫോക്കസ് ചെയ്തുകൊണ്ട് കാര്യങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടി ശ്രമിക്കാം. വൈദ് യഖൂലുൽ മുനാഫിഖൂന വല്ലദീന ഫീ ഖുലൂബിഹിം മറദ്. യുദ്ധത്തിന്റെ ഒരു ഘട്ടത്തില് മുസ്ലിം പക്ഷത്ത് തന്നെ നിലകൊണ്ടിരുന്ന എന്നാൽ വിശ്വാസപരമായ കാപ്പട്യം പേറുന്ന ആളുകൾ, അങ്ങനെ ഒരു വിഭാഗം മുസ്ലിങ്ങളുടെ കൂട്ടത്തില് മദീന കാലഘട്ടത്തില് വിശേഷിച്ച് മിക്കവാറും എല്ലാ യുദ്ധഘട്ടങ്ങളിലും രംഗത്ത് വരുന്നത് നമുക്ക്
കാണാൻ സാധിക്കുന്നുണ്ട്. ബദറിലും ഉഹദിലും തുടർന്നുള്ള ഘട്ടങ്ങളിലൊക്കെ ഈ ഒരു വിഭാഗം ഒരു ശല്യപ്പെടുത്തൽ എന്ന നിലക്ക് അവരുടെ സാന്നിധ്യം അറിയിക്കുന്നത് നമുക്ക് കാണാൻ കഴിയും. വൈദ് യഖൂലുൽ മുനാഫിഖൂന, കപടവിശ്വാസികള് ഈ ഉപരോധവും യുദ്ധത്തിന്റെ സാഹചര്യമൊക്കെ ഉണ്ടായ ഒരു ഘട്ടത്തിൽ പറയുകയുണ്ടായത് ഇങ്ങനെയാണ്. കപടവിശ്വാസികളും അതുപോലെ വല്ലദീന ഫീ ഖുലൂബിഹിം മറദ്, ഹൃദയത്തില് രോഗബാധയുള്ള ആളുകൾ, മനസ്സിനെ ചാഞ്ചല്യത്തിന്റെയോ വിശ്വാസരാഹിത്യത്തിന്റെയോ ഒക്കെയായ രോഗം ബാധിച്ച ആളുകളും കപടവിശ്വാസികളും. ഇത് രണ്ട് വിഭാഗമായിട്ട് അല്ലാഹു ഇവിടെ പറയുന്നത്. കപടവിശ്വാസികൾ വളരെ അവരുടെ വിശ്വാസരാഹിത്യത്തിലേക്കാണ് അവർക്ക് തൂക്കം കൂടുതലായിട്ടുള്ളത്. അവര് മുസ്ലിം പക്ഷത്ത് മുസ്ലിങ്ങളോടൊപ്പമൊക്കെ ഇങ്ങനെ നടക്കുന്നുണ്ടെങ്കിലും പ്രാഥമികമായിട്ട് അവര് പല നേട്ടങ്ങളും ലഭിക്കുന്നതിന് വേണ്ടി കൂടെ കൂടി നിൽക്കുന്ന ആളുകളാണ്. അത് വിശ്വാസികളുടെ പക്ഷത്ത് നിൽക്കുമ്പോൾ അവരുടെ കൂടെ നിന്നാൽ ചില ആനുകൂല്യങ്ങളോ സൗകര്യങ്ങളോ ഒക്കെ ഉണ്ടാവും എന്ന് കരുതിയിട്ട് ഇപ്പോ ഇവരെ കൂടെ നിൽക്കുകയാണ് നല്ലത് എന്ന് കരുതുന്ന ആ നിലപാട് സ്വീകരിച്ച ആളുകൾ. അതേ താല്പര്യത്തിൽ അവര് അവിശ്വാസികളുമായും ഇസ്ലാമിന്റെ ശത്രുക്കളുമായിട്ടും ഒക്കെ കൈകോർക്കുന്ന, അവരുമായും ചങ്ങാത്തം വെച്ചു പുലർത്തുന്ന ഒരു നിലപാട് സ്വീകരിക്കാറുണ്ട്. അവര് വളരെ പ്രത്യക്ഷത്തിൽ തന്നെ നിഫാഖിന്റെ, കാപ്പട്യത്തിന്റെ ലക്ഷണങ്ങൾ കൊണ്ട് നടക്കുന്ന ആളുകളാണ്. അവര് ആണ് ഒരു വിഭാഗം. മറ്റൊന്ന് വല്ലദീന ഫീ ഖുലൂബിഹിം മറദ്. എന്നാൽ അങ്ങനെ മുനാഫിഖുകൾ എന്ന് തന്നെ പറയാൻ പറ്റുകയില്ലെങ്കിലും വിശ്വാസപരമായ ദാർഢ്യത സംഭവിച്ചിട്ടില്ലാത്ത, ചാഞ്ചല്യം മനസ്സിൽ നിരന്തരമായി വേട്ടയാടിക്കൊണ്ടിരിക്കുന്ന തരം ആളുകൾ. അവരുടെയും സ്വഭാവം ഈ രണ്ടിലൊരു പക്ഷത്തിലേക്ക് നീങ്ങാനും അതില് ഉറച്ചതാവാനും ഒക്കെ സാധ്യതയുണ്ട്. ഈ രണ്ടാമത്തെ വിഭാഗം എന്ന് പറയുന്നത് ഹൃദയത്തില് രോഗബാധ, മനസ്സിനെ ബാധിക്കുന്ന ഒരു രോഗത്തിന്റെ പിടിയിലാണ് അവർ. അത് വിശ്വാസരാഹിത്യത്തിന്റെയോ അല്ലെങ്കിൽ വിശ്വാസദാർഢ്യത ഇല്ലാത്തതിൻ്റെതോ ഒക്കെയായ ചില പ്രത്യേകതകളാണ് അവരെ പിടികൂടിയിരുന്നത്. അപ്പൊ ഇത്തരം ഈ രണ്ട് വിഭാഗം ആളുകളും പറഞ്ഞുകൊണ്ടിരുന്ന ഒരു കാര്യമുണ്ട്. അവര് പറഞ്ഞിരുന്ന കാര്യം ഇതാണ്: മാ വഅദനല്ലാഹു വറസൂലുഹു ഇല്ലാ ഗുറൂറ. അള്ളാഹുവും അവന്റെ ദൂതനും നമുക്ക് വാഗ്ദാനമായി നമ്മളോട് പറഞ്ഞിരുന്ന കാര്യങ്ങൾ വെറും ചതി മാത്രമായിരുന്നു എന്നാണ് ഇവർ പറയുകയുണ്ടായത്. ഇങ്ങനെയുള്ള സന്നിഗ്ധ ഘട്ടങ്ങളിൽ അള്ളാഹുവിന്റെ സഹായം ഉണ്ടാകും, അള്ളാഹു മുസ്ലിം പക്ഷത്തിനെ സഹായിക്കും എന്ന് പറഞ്ഞ കാര്യം, അവർക്ക് വിജയം നൽകും എന്ന് പറഞ്ഞ കാര്യം, അത് വെറും ചതിയായിരുന്നു, വഞ്ചനയായിരുന്നു എന്നാണ് അവര് പരസ്പരം പറഞ്ഞുകൊണ്ടിരുന്നത്. അപ്പോ ഈ ഒരു സന്ദർഭം പ്രത്യേകം അനുസ്മരിക്കേണ്ടതാണ് എന്നാണ് അള്ളാഹുവിടെ സൂചിപ്പിക്കുന്നത്. ഒരു പോരാട്ടത്തിന്റെ രംഗം ഒരുങ്ങിയിരിക്കുകയാണ്. മുസ്ലിങ്ങൾ നാലുപാട് നിന്നും വലയം ചെയ്യപ്പെട്ടിരിക്കുന്നു. ശത്രുക്കൾ വളരെ ശക്തരാണ്. അവരുടെ സൈനിക ബലം മുസ്ലിങ്ങളുമായി താരതമ്യം ചെയ്യുമ്പോൾ വളരെ കൂടുതലാണ്. ആയുധബലവും അതുപോലെ തന്നെ സമീപ ഭൂപ്രദേശങ്ങളിൽ നിന്നുള്ള ഗോത്രങ്ങളും വ്യത്യസ്ത വിഭാഗങ്ങളും ഒക്കെ തന്നെ ഈ സഖ്യകക്ഷികളോടൊപ്പം അവരെ സഹായിച്ചുകൊണ്ട് അഹ്സാബിനെ പിന്തുണച്ചുകൊണ്ടാണ് നിലകൊള്ളുന്നത്. ഇത് വളരെ ഭീഷണമായ വലിയ പരീക്ഷണം അടങ്ങിയ ഒരു ഘട്ടം തന്നെയാണ് മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം. നല്ല വിശ്വാസപരമായ ദാർഢ്യത നേടിയിട്ടില്ലാത്ത ആളുകളെ സംബന്ധിച്ചിടത്തോളം അത് വലിയ ചാഞ്ചല്യം ഉണ്ടാക്കുന്നതും വളരെ വലിയ വിധത്തിൽ ഇളക്കം തട്ടിക്കുന്നതും അവരുടെ മനസ്സിനെ വല്ലാതെ പിടിച്ചു കുലുക്കുന്നതും ഒക്കെ ആയിട്ടുള്ള ഒരു സാഹചര്യമാണ്. നാലുപാട് നിന്നുമായി ശത്രുക്കൾ അവരെ വളഞ്ഞു. ഇനി ഒരു നിലക്കും അവർക്ക് സൈനികമായിട്ട് അവരെ നേരിടുക സാധ്യമല്ല. വിജയത്തിന്റെ യാതൊരു ലക്ഷണവും കാണുന്നില്ല. ഒരു രക്ഷാമാർഗവും തുറന്നു കിട്ടുകയില്ല എന്ന വിധത്തിലാണ് കാര്യങ്ങളുടെ കിടപ്പുണ്ടായത്. മദീനയില് സ്ഥിരവാസികളായിരുന്ന ബനു ഖുറൈള ഗോത്രക്കാരെ അവരുമായി ഉണ്ടായിരുന്ന ഉടമ്പടിയെ ആശ്രയിച്ചുകൊണ്ട് കുടുംബങ്ങളെയും മക്കളെയും
സ്ത്രീകളെയൊക്കെ തന്നെ അവരുടെ സംരക്ഷണത്തിലായി താമസിപ്പിച്ചിരിക്കുകയായിരുന്നു സത്യവിശ്വാസികളുടെ ഭാഗത്തുള്ള പലരും തന്നെ. വേറെ രണ്ട് ഭാഗത്തു നിന്നായിട്ട് ഈ ശത്രുക്കളുടെ സൈന്യം വന്ന് ആക്രമണത്തിന് ഒരുങ്ങി നിൽക്കുകയും ചെയ്യണം. കിടങ്ങ് ഒരു തടസ്സമായുള്ളത് കൊണ്ട് മാത്രമാണ് അതൊരു ഏറ്റുമുട്ടലിലേക്ക്, ഒരു പോരാട്ടത്തിലേക്ക്, ഒരു യുദ്ധം പൊട്ടിപ്പുറപ്പെടുന്നതിലേക്ക് അങ്ങനെട്ട് എത്തിയിട്ടില്ലാത്തത്. അപ്പൊ കിടങ്ങിനടുത്തായിട്ട് 3000-ഓളം വരുന്ന സൈന്യത്തെ ശത്രുക്കൾ കിടങ്ങ് മുറിച്ച് കടന്നു വരുന്നതിനെ തടയാൻ വേണ്ടി, അവരെ വഴിയിൽ വെച്ച് തന്നെ പിന്തിരിപ്പിച്ച് ഓടിക്കാൻ വേണ്ടി അള്ളാഹുവിന്റെ പ്രവാചകൻ നിയോഗിച്ച് നിർത്തിയിരുന്നു. അപ്പോ പക്ഷെ ഇപ്പോ ബനു ഖുറൈളക്കാര് ഈ ബനു നളീർ, ബനു ഖൈനുഖാ ഗോത്രങ്ങളുടെയൊക്കെ, അതുപോലെ ബനു നളീർ ഗോത്രത്തിന്റെ തലവൻ ഹുയൈ ഇബ്നു അഖ്തബിന്റെ ഒക്കെ ശ്രമഫലമായിട്ട് ബനു ഖുറൈളക്കാര് മുസ്ലിങ്ങളുമായുള്ള ഉടമ്പടിയെ ലംഘിച്ചുകൊണ്ട് പിന്നാമ്പുറത്തുനിന്ന് മുസ്ലിങ്ങളെ ആക്രമിക്കാൻ അവസരം വരുമ്പോ, മുന്നിൽ നിന്ന് ശത്രുക്കൾ നേരിടുമ്പോ അതേ ഘട്ടത്തിൽ തന്നെ പിൻഭാഗത്ത് നിന്നായിട്ട് മുസ്ലിങ്ങളെ ആക്രമിക്കാൻ വേണ്ടി എല്ലാ ഒരുക്കങ്ങളും ചെയ്തു നിൽക്കുന്ന ഒരു അവസ്ഥയാണ് ഉണ്ടായിരുന്നത്. തീർച്ചയായിട്ടും വലിയ ഉൾക്കിടിലമുണ്ടാക്കുന്ന, വലിയ വിധത്തില് ഈ മുസ്ലിം പക്ഷത്തുള്ള ആളുകളെ വല്ലാതെ അന്താളിപ്പിക്കുന്ന ഒരു അവസ്ഥ നിലനിൽക്കുന്നുണ്ട്. ഈ ഒരു ഘട്ടം യഥാർത്ഥത്തില് അള്ളാഹു വിശ്വാസികളുടെ ഈമാൻ പരീക്ഷിക്കുന്നതിന് വേണ്ടി തന്നെ രൂപപ്പെടുത്തിയതാണ് എന്നത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അള്ളാഹുവിടെ പരാമർശിക്കുന്നത് ആ ഒരു ഘട്ടത്തില് ചില വിഭാഗങ്ങൾ എടുത്ത നിലപാടുകൾ, അവർ പറഞ്ഞ കാര്യങ്ങൾ ഒക്കെയാണ്. വൈദ യഖൂലുൽ മുനാഫിഖൂന, കപടവിശ്വാസികളും വല്ലദീന ഫീ ഖുലൂബിഹിം മറദ്, ഹൃദയത്തില് രോഗബാധയുള്ള ആളുകളും, മനസ്സിനെ ഒരുതരം വിശ്വാസരാഹിത്യത്തിന്റെയോ ചാഞ്ചല്യത്തിന്റെയോ ഒക്കെ രോഗം പിടികൂടിയ ആളുകളും, അവര് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്ന ആ സന്ദർഭം വളരെ ശ്രദ്ധേയമാണ്. എന്താണ് അവര് പറഞ്ഞത്? മാ വഅദനല്ലാഹു വറസൂലുഹു ഇല്ലാ ഗുറൂറ, അള്ളാഹുവും അവന്റെ ദൂതനും നമ്മളോട് വാഗ്ദാനം ചെയ്തത് വെറും ചതിയായിരുന്നു എന്നതാണ്, ചതിയല്ലാതെ മറ്റൊന്നുമായിരുന്നില്ല എന്നാണ് അവര് പറയുകയുണ്ടായത്. അപ്പോ വളരെ കടുത്ത ചാഞ്ചല്യം അല്ലെങ്കിൽ വിശ്വാസപരമായ ആ വെല്ലുവിളി ആ വിഭാഗം ആളുകൾ നേരിട്ടുകൊണ്ടിരിക്കുകയായിരുന്നു എന്നുള്ളത് വളരെ വ്യക്തമാണ്. ഇവര് വിശ്വാസം നഷ്ടപ്പെട്ട ഒരവസ്ഥയിൽ തന്നെയായിരുന്നു എന്നതാണ് അത് സൂചിപ്പിക്കുന്നത്. വൈദഖാലത്ത് ത്വാഇഫത്തും മിൻഹും, എന്നിട്ട് ഈ വിഭാഗത്തിൽപ്പെട്ട മുനാഫിഖുകളും അതുപോലെ ഹൃദയത്തിൽ രോഗബാധയുള്ള ആളുകളും, ഇവരിൽപ്പെട്ട ഒരു സംഘം ഇങ്ങനെയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവര് പരസ്പരം പറയുകയുണ്ടായത്. വൈദഖാലത്ത് ത്വാഇഫത്തും മിൻഹും, അവരിൽ ഒരു കൂട്ടര് പറഞ്ഞത്, യാ അഹ്ല യസ്രിബ്, യസ്രിബുകാരെ, മദീനക്കാരെ. യസ്രിബ് എന്നത് മദീനയുടെ പഴയ കാലത്തുള്ള പേരായിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങോട്ടാണ്, യസ്രിബിലേക്കാണ് പലായനം ചെയ്ത് എത്തുകയുണ്ടായത് അദ്ദേഹത്തിന്റെ അനുയായികളോടൊപ്പമായി. അദ്ദേഹത്തിന്റെ ആഗമനത്തിനെ തുടർന്നാണ് അത് മദീനത്തുൻ നബവി എന്ന പേരിൽ അറിയപ്പെടാൻ തുടങ്ങിയിട്ടുള്ളത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പട്ടണം എന്ന പേരിലാണ് പിന്നീട് അത് അറിയപ്പെടുന്നത്. യഥാർത്ഥത്തിൽ ആ പട്ടണത്തിന്റെ പേര് യസ്രിബ് എന്നായിരുന്നു. അത് പിന്നീട് മദീന എന്ന ചുരുക്കപ്പേരിൽ, അല്ലെ മദീനത്തുൻ നബി എന്ന അതിന്റെ ചുരുക്കമായിട്ട് മദീന എന്ന പേരിൽ അറിയപ്പെടുകയാണ് ചെയ്യുന്നത്. അപ്പൊ ഈ യുദ്ധ സന്ദർഭത്തില് ഈ കപടവിശ്വാസികളും അവരോട് ചേർന്ന് നിൽക്കുന്ന വിശ്വാസപരമായ ദൗർബല്യങ്ങൾ പേറുന്ന ആളുകളും പറയുകയുണ്ടായത് ഇങ്ങനെയാണ്: യാ അഹ്ല യസ്രിബ്, യസ്രിബുകാരെ, ലാ മുഖാമലക്കും, നിങ്ങൾക്കിനി യാതൊരു നിലനിൽപ്പുമില്ല, നിങ്ങൾക്കിനി യാതൊരു നിക്കക്കള്ളിയും ഇല്ല, നിങ്ങൾക്ക് പിടിച്ചു നിൽക്കാൻ സാധ്യമല്ല. ഫർജിഉ, അതുകൊണ്ട് നിങ്ങൾ മടങ്ങിക്കോളൂ. ഇതാണ് അവരോട് ഈ വിഭാഗത്തിൽപ്പെട്ട ഒരു കൂട്ടർ വിളിച്ചു പറയുകയുണ്ടായത്. മദീനക്കാരെ, നിങ്ങൾക്ക് ഇനി
പിടിച്ചു നിൽക്കാൻ പറ്റൂല, നിങ്ങൾ മടങ്ങിക്കോളൂ എന്നാണ്. അപ്പൊ ഇവിടെ വ്യത്യസ്തമായ രണ്ട് രീതിയിൽ ഈ കാര്യം മനസ്സിലാക്കാൻ സാധിക്കും. ഇവർ പറഞ്ഞതിന്റെ സൂചന എന്താണ് എന്നത്. ഒന്ന്, അവർ പറയുന്നത് ഇനി ഈ യുദ്ധരംഗത്ത് അവിടെ കിടങ്ങിന് പരിസരത്തായിട്ട് ഉപരോധത്തിൽ ഏർപ്പെട്ടിരുന്ന ഈ സഖ്യകക്ഷികളുടെ ആളുകള് മദീനയിലേക്ക് ഇടിച്ചു കയറുന്നത് തടയാൻ വേണ്ടി നിയോഗിക്കപ്പെട്ടിരുന്ന സൈനികര് അവരിനി അവിടെ ശത്രു സൈന്യത്തെ നേരിടാൻ ഒരുങ്ങിക്കൊണ്ട് നിന്ന് അല്ല അവിടെ തന്നെ തുടർന്ന് നിൽക്കുന്നതിന് യാതൊരു പ്രസക്തിയുമില്ല. അവർക്ക് ഇനിയൊന്നും ചെയ്യാൻ കഴിയില്ല. കാരണം മുൻഭാഗത്തുനിന്നും പിൻഭാഗത്തുനിന്നും അതുപോലെ താഴ്ഭാഗത്തുനിന്നും മേൽഭാഗത്തുനിന്നും ഒക്കെ ആയിട്ട് മുസ്ലിം സൈന്യത്തെ നേരിടാൻ എല്ലാ സജ്ജീകരണങ്ങളുമായി ശത്രുക്കൾ വളഞ്ഞിരിക്കുകയാണ്. അതുകൊണ്ട് ഇനി ഇവിടെ കുറച്ച് സൈനികര് ഈ കിടങ്ങ് മുറിച്ചു കടന്ന് അകത്തേക്ക് മദീനയിലേക്ക് ഇരച്ചു കയറാൻ വേണ്ടി ഒരുങ്ങി നിൽക്കുന്ന ഈ സഖ്യകക്ഷികളുടെ സൈനികരെ തടയാൻ വേണ്ടി കുറച്ചു പേര് അവിടെ നിൽക്കുന്നതിന് പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല. അവർക്ക് പിടിച്ചു നിൽക്കാൻ സാധിക്കില്ല. അതുകൊണ്ട് വേഗം സ്ഥലം വിട്ട് മദീനയിലേക്ക് തന്നെ മടങ്ങുകയാണ് നല്ലത് എന്ന ഒരു കാര്യം പറയുന്ന വിധത്തില് ഈ വാക്കുകളെ മനസ്സിലാക്കപ്പെടാൻ സാധ്യതയുണ്ട്. മറ്റൊന്ന്, അവരോട് പറയുന്നത് അതിനേക്കാളും കുറച്ച് വ്യാപ്തിയുള്ള അർത്ഥത്തിലാണ്. അതായത് നിങ്ങൾക്കിനി ഇസ്ലാം എന്ന് പറഞ്ഞ് നിലനിൽക്കാൻ കഴിയില്ല. ഇസ്ലാമിന്റെ കഥ ഇതോടെ കഴിഞ്ഞു. നിങ്ങൾക്ക് നല്ലത് നിങ്ങളുടെ പൂർവിക മതങ്ങളിലേക്ക് തിരിച്ചു പോകുന്നതാണ് എന്നാണ് ഈ വാക്കുകൾ കൊണ്ട് ഉദ്ദേശിക്കപ്പെട്ടത് എന്ന നിലക്കും അത് മനസ്സിലാക്കാൻ സാധിക്കും. കപടവിശ്വാസികളും അതുപോലെ ഹൃദയങ്ങളെ ഹൃദയങ്ങൾക്ക് രോഗബാധ ഏറ്റിട്ടുള്ള തരം ആളുകളും അല്ലെങ്കിൽ അവരിൽപ്പെട്ട ചില വിഭാഗങ്ങൾ ഇങ്ങനെ വിളിച്ചു പറയുമ്പോൾ അവര് ഈ ദ്വയാർത്ഥമുള്ള വിധത്തിലാണ് കാര്യം പറയുന്നത്. ഈ കപടവിശ്വാസികളുടെ ഒരു സ്വഭാവപരമായ ഒരു പ്രത്യേകത തന്നെയാണിത്, ഈ ദ്വയാർത്ഥമുള്ള വിധത്തിൽ കാര്യം പറയാന്നുള്ളത്. എന്ന് പറഞ്ഞാൽ മുസ്ലിം പക്ഷത്തിന് ശക്തി ആർജിക്കാൻ കഴിയുകയും അവര് കരുത്ത് തെളിയിച്ചുകൊണ്ട് ശത്രുക്കളെ തുരത്തി ഓടിക്കുകയും ചെയ്യുകയാണെങ്കിൽ അന്നേരവും ഞങ്ങൾ ഉദ്ദേശിച്ചത് ഇന്നതാണ് എന്ന് പറഞ്ഞുകൊണ്ട് അവർക്ക് പിടിച്ചു നിൽക്കാൻ പറ്റും. ഇനി അഥവാ മുസ്ലിങ്ങൾ തുരത്തി ഓടിക്കപ്പെടുന്നു, മുസ്ലിങ്ങൾ അമ്പെ പരാജയപ്പെടുന്നു എങ്കിലും ഞങ്ങൾ ആദ്യേ പറഞ്ഞില്ലേ എന്ന് പറഞ്ഞുകൊണ്ട് അവർക്ക് പറയാൻ കഴിയും. ആ വിധത്തില് രണ്ട് സാധ്യതയുമുള്ള നിലക്കാണ് ഈ ആളുകള് മദീനക്കാരെ അഭിസംബോധന ചെയ്തുകൊണ്ട് പറയുകയുണ്ടായത്. യാ അഹ്ല യസ്രിബ്, മദീനക്കാരെ, യസ്രിബുകാരെ, ലാ മുഖാമലക്കും, നിങ്ങൾക്കിനി പിടിച്ചു നിൽക്കാൻ സാധ്യമല്ല, നിങ്ങൾക്കിനി യാതൊരു നിക്കക്കള്ളിയുമില്ല, നിങ്ങൾക്കിനി ഈ പ്രതിരോധം തീർത്ത് നിലക്കൊള്ളുക എന്നത് സാധ്യമല്ല. ഫർജിഉ, അതുകൊണ്ട് നിങ്ങൾ മടങ്ങിക്കോളൂ. ഇതാണ് അവർ വിളിച്ചു പറഞ്ഞ കാര്യം. അപ്പൊ ഞാൻ സൂചിപ്പിച്ചുവല്ലോ, രണ്ട് അർത്ഥസാധ്യതകളാണ്. ഒന്ന്, ആ കാവല് നിൽക്കുകയായിരുന്ന അല്ലെങ്കിൽ ശത്രുക്കളുടെ ആഗമനത്തെ തടയാൻ വേണ്ടി ഒരുങ്ങി നിന്നിരുന്ന സൈനികരോട് നിങ്ങൾ ഇനി കിടങ്ങിന്റെ അടുത്ത് നിൽക്കുന്നതിന് യാതൊരു അർത്ഥവുമില്ല, നിങ്ങൾക്ക് വേഗം മദീനയിലേക്ക് മടങ്ങുകയാണ് നല്ലത് എന്ന് ഉദ്ദേശിച്ചുകൊണ്ടുള്ള ഒരു സംസാരമായിട്ട് കാണാം. അതല്ലെങ്കിൽ മദീനയിലെ കേന്ദ്രമായി നിലകൊള്ളുന്ന മുഴുവൻ വിശ്വാസികളോടുമായിട്ട് നിങ്ങൾക്ക് ഇനി ഇസ്ലാം എന്നും പറഞ്ഞുകൊണ്ട് നിലകൊള്ളുന്നതിന് യാതൊരു സാധ്യതയില്ല, നിങ്ങൾക്ക് പിടിച്ചു നിൽക്കാൻ കഴിയില്ല, നിങ്ങൾക്ക് നല്ലത് നിങ്ങളുടെ പഴയ മതങ്ങളിലേക്ക് അല്ലെങ്കിൽ പഴയ വിശ്വാസത്തിലേക്കൊക്കെ തിരിച്ചു പോവുകയാണ് എന്ന നിലക്കാണ് ഈ ഇതിനെ മനസ്സിലാക്കാൻ സാധിക്കും. രണ്ട് സാധ്യതയും ഈ വാക്കുകൾക്ക് നമ്മൾ എങ്ങനെ ഇന്റർപ്രിട്ടേഷൻ നൽകുന്നു എന്നതുപോലെയാണ് അതിന്റെ അർത്ഥസൂചന ഉണ്ടാവുക. എന്തായാലും അവർ വിളിച്ചു പറഞ്ഞത് ഇതാണ്, നിങ്ങൾക്ക് ഒരു നിലക്കും പിടിച്ചു നിൽക്കാൻ സാധ്യമല്ല, നിങ്ങൾക്ക് നിലനിൽപ്പില്ല, നിങ്ങൾ മടങ്ങിക്കോളൂ എന്നാണ് അവർ പറയുന്നത്. അപ്പോ അതിനെ തുടർന്ന് ഈ കപടവിശ്വാസികളും ഹൃദയ രോഗബാധയുള്ള ആളുകളും അവരുടെ കൂട്ടത്തിൽ ഒരു സംഘം ഇങ്ങനെ പറഞ്ഞതിനെ തുടർന്നുണ്ടാവുന്നത് വയസ്തഇദിനു ഫരീഖും മിൻഹും, ഇവരിൽപ്പെട്ട ഒരു വിഭാഗം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കൽ വന്ന് അനുമതി ചോദിക്കുകയാണ്, ഞങ്ങൾക്ക് വിടുതൽ തരണം, ഞങ്ങൾക്ക് ഇപ്പോ ഇവിടെ പിടിച്ചു നിൽക്കാൻ കഴിയില്ല. എന്താ കാര്യം പറയുന്നത്? യഖൂലൂന ഇന്ന ബുയൂതന ഔറ,
ഞങ്ങളുടെ വീടുകളൊക്കെ തന്നെയും അരക്ഷിതമാണ്. അതൊക്കെ തുറന്നിട്ട ഉടുതുണി ഇല്ലാത്ത അവസ്ഥയിലാണ്. ഡിഫെൻസ്ലെസ് ആണ് ഞങ്ങളുടെ. ഔറ എന്നുള്ള വാക്കുന്നാണ് മലയാളത്തിലെ ഈ ഒരിയ എന്നുള്ള അറബി വാക്കുണ്ട്. ഇതിന്റെ വേറൊരു ഫോമാണ് ഒരിയ എന്നുള്ളത്. അതിന്നാണ് വസ്ത്രം ഉരിയുക എന്ന ആ പ്രയോഗം വന്നിട്ടുള്ളത് എന്നത് എറ്റിമോളജിക്കലായിട്ട് ഒരു സാധ്യതയാണ്. ഞാൻ അതിലേക്ക് പോകുന്നില്ല. ഇവിടെ പറയുന്നത് ഞങ്ങളുടെ ഭവനങ്ങൾ, ഞങ്ങളുടെ വീടുകളൊക്കെ തന്നെ അരക്ഷിതമായ അവസ്ഥയിലാണ്. അതിനൊന്നും ഒരു സംരക്ഷണത്തിന് സംവിധാനവും ഇല്ല. അതുകൊണ്ട് ഞങ്ങൾക്ക് തിരിച്ചു പോകണം, അതിന് പ്രവാചകരെ ഞങ്ങളെ അനുവദിക്കണം എന്നാണ് ഒരു സംഘം ഈ അവസരം ഉപയോഗപ്പെടുത്തിക്കൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കൽ വന്ന് പറയുന്നത്. വയസ്തഇദിനു ഫരീഖും മിൻഹും, അവരിൽ ഒരു വിഭാഗം അനുമതി തേടിക്കൊണ്ട് നബിയുടെ അടുക്കൽ വരികയാണ്. വയസ്തഇദിനു ഫരീഖും മിൻഹുമുൻ നബിയ്യ, അവർ പറയുന്നത് എന്താണ്? യഖൂലൂന ഇന്ന ബുയൂതന ഔറത്തുൻ, ഞങ്ങളുടെ വീടുകൾ, ഞങ്ങളുടെ ഭവനങ്ങൾ അത് അരക്ഷിതമായ അവസ്ഥയിലാണുള്ളത്. അതിന് സംരക്ഷണത്തിന്, ശത്രുക്കളുടെ കടന്നുകയറ്റത്തിൽ നിന്ന് ഞങ്ങളുടെ വീടുകളെ സംരക്ഷിക്കാൻ, വീടുകളെന്ന് ഇവിടെ ഉദ്ദേശിക്കുന്നത് വീടുകൾ മാത്രമല്ല, അവിടെ കുടുംബങ്ങളാണ്. കുടുംബങ്ങളും അവരുടെ ഭാര്യമാരും മക്കളും ഒക്കെ അടങ്ങുന്ന കുടുംബത്തെ കൂടി ഉദ്ദേശിച്ചുകൊണ്ടാണ് ഇത് പറയുന്നത്. അപ്പൊ ഞങ്ങളുടെ വീടും കുടുംബവും ഒന്നും സുരക്ഷിതമല്ല, അതുകൊണ്ട് ഞങ്ങളെ തിരിച്ചു പോകാനും അവരെ സംരക്ഷിക്കുന്നതിൽ ശ്രദ്ധ കൊടുക്കാനും അനുവദിക്കണം എന്നാണ് അവര് വന്ന് പറയുന്നത്. എന്നാൽ വസ്തുത അതല്ല എന്ന് അള്ളാഹു വെളിപ്പെടുത്തുകയാണ്. വമാഹിയ ബിഅൗറ, അവയൊന്നും തന്നെ അരക്ഷിതമായിരുന്നില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചില സംവിധാനങ്ങളൊക്കെ മദീനക്കാരുടെ കുടുംബത്തെയും കുട്ടികളെയും വീടുകളെയും ഒക്കെ സംരക്ഷിക്കാൻ വേണ്ട ചില ഒരുക്കങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു, ചില സജ്ജീകരണങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. കുടുംബങ്ങളെ മാറ്റി പാർപ്പിച്ചിട്ടുണ്ടായിരുന്നു. അതുപോലെ മദീനയില് ചില കാവലിന് ഉത്തരവാദിത്തപ്പെട്ട സൈനികരെ നിയോഗിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇവര് പറയുന്ന വിധത്തില് ഇവർക്ക് മാത്രമായി, ഇവരുടെ കുടുംബങ്ങൾക്കും ഇവരുടെ വീടുകൾക്കും മാത്രമായിട്ട് അരക്ഷിതാവസ്ഥയൊന്നുമില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്കും അതുപോലെ അദ്ദേഹത്തോട് ചേർന്ന് നിൽക്കുന്ന സഹാബിമാർക്കും ഒക്കെ ഉണ്ടായിരുന്ന ഒരു പൊതുവായ അരക്ഷിതാവസ്ഥ തീർച്ചയായിട്ടും അവിടെ ഉണ്ട്. പക്ഷെ ഈ കാരണം പറഞ്ഞു വന്നുകൊണ്ട് ഞങ്ങൾ അങ്ങോട്ട് പോകാൻ അനുവദിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് വരുന്ന ആളുകൾ ഉന്നയിക്കുന്ന വിധത്തില് അവരുടെ വീടുകൾക്കും കുടുംബങ്ങൾക്കും മാത്രമായിട്ട് പ്രത്യേകമായ അരക്ഷിതാവസ്ഥയൊന്നുമില്ല. സജ്ജീകരണങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചെയ്തിരുന്നു. പക്ഷെ ആ സജ്ജീകരണങ്ങളൊക്കെ മറികടക്കാനുള്ള സാധ്യത നിലനിൽക്കുന്ന വിധത്തിലാണ് അവിടെ രൂപപ്പെട്ടു വന്നിട്ടുള്ള ഭീഷണിയുള്ളത്. നാലു ഭാഗത്തുനിന്നും ശത്രുക്കള് അവരെ ആക്രമിക്കാനുള്ള സാധ്യത ഉണ്ടായി വന്നു. അതുപോലെ ബനൂ ഖുറൈള കരാറ് ലംഘിച്ചുകൊണ്ട് മുസ്ലിങ്ങളെ ചതി ചെയ്യാൻ വേണ്ടി ഒരുങ്ങി നിൽക്കുകയാണ്. ഇങ്ങനെയൊക്കെയുള്ള അവസ്ഥയുണ്ട്. പക്ഷെ ഇത് ഇവരെ മാത്രം ബാധിക്കുന്ന ഒരു വിഷയമല്ല. അള്ളാഹുവിന്റെ പ്രവാചകനും അദ്ദേഹത്തിനോട് അടുത്ത് നിൽക്കുന്ന ആളുകളും ഒക്കെ അരക്ഷിതാവസ്ഥയിലാകുമ്പോൾ സ്വന്തം കാര്യം മാത്രം നോക്കിക്കൊണ്ട് പോവുക എന്ന ഒരു തരം കാപട്യമാണ് ഈ ആളുകൾ കാണിച്ചുകൊണ്ടിരുന്നത്. അപ്പോ അള്ളാഹു അതിനെ പരാമർശിച്ചുകൊണ്ടാണ് ഈ പറയുന്നത്, വമാഹിയ ബിഅൗറ, അവരുടെ ഭവനങ്ങളും അവരുടെ കുടുംബങ്ങളും അവ മാത്രമായിട്ട് അങ്ങനെ അരക്ഷിതാവസ്ഥയിലായിരുന്നില്ല. ഈ യുരീദൂന ഇല്ലാ ഫിറാറ, യഥാർത്ഥത്തിൽ അവര് യുദ്ധരംഗം വിട്ട് ഓടിപ്പോവാനാണ് ഉദ്ദേശിച്ചിരുന്നത്. വേറെ അവർക്കിപ്പോ ഈ വലിയ പടുകൂറ്റൻ സൈന്യം നമ്മൾ ആക്രമിക്കുകയാണെങ്കിൽ ഒരു നിലക്കും ജീവൻ രക്ഷപ്പെടുത്തി ഇവിടുന്ന് പോകാൻ കഴിയില്ല എന്നൊരു കണക്കൂട്ടൽ ഇവർക്ക് ഉണ്ടായിട്ടുണ്ട്, ഈ ചാഞ്ചല്യം നേരിട്ട ആളുകൾ. അപ്പൊ അവര് യുദ്ധക്കളത്തുനിന്ന്, യുദ്ധ പോരാട്ടത്തിന്ന് പിന്തിരിഞ്ഞ് ഓടാനാണ് അവർ ഉദ്ദേശിച്ചിരുന്നത്. അവരുടെ താല്പര്യം അവരുടെ വീടുകളും കുടുംബങ്ങളും സംരക്ഷിക്കുക എന്നതിനേക്കാൾ ഏറെയായിട്ട് ആ യുദ്ധരംഗം വിട്ട് ഓടുക എന്നതായിരുന്നു അവർ ഉദ്ദേശിച്ചിരുന്ന കാര്യം എന്നാണ് അള്ളാഹു വെളിപ്പെടുത്തുന്നത്. രണ്ട് കാര്യങ്ങളാണ് ഇവിടെ അള്ളാഹു ഈ ഞങ്ങളുടെ ഭവനങ്ങൾ അരക്ഷിതമാണ്, ഞങ്ങളെ പോകാൻ അനുവദിക്കണം എന്ന് പറഞ്ഞ ആളുകളെ പരാമർശിച്ചുകൊണ്ട് രണ്ട് കാര്യങ്ങളാണ് അള്ളാഹു ഇവിടെ പറയുന്നത്. ഒന്ന്, അവരുടെ ഭവനങ്ങള് അരക്ഷിതമായിരുന്നില്ല. രണ്ടാമത്തെ സംഗതി, അവര് യുദ്ധക്കളം വിട്ട് ഓടിപ്പോകാനായിരുന്നു ഉദ്ദേശിച്ചിരുന്നത്. അപ്പൊ അവരുടെ മനസ്സിലിരിപ്പ് ഈ യുദ്ധത്തിലെ ഈ ഏറ്റുമുട്ടലില്
പങ്കെടുക്കാതെ വേഗം സ്ഥലം വിടുകയും സ്വയം രക്ഷപ്പെടുത്തുകയും ചെയ്യുകയാണ് എന്നതാണ്. അപ്പോ ഈ കാര്യമാണ് അവര് ഉദ്ദേശിച്ചിരുന്നത് എന്നതാണ് അള്ളാഹു കൂടെ വെളിപ്പെടുത്തുന്നത്. അപ്പൊ ഈ രണ്ടായത്തുകളാണ് നമ്മൾ ഇന്ന് പഠന വിധേയമാക്കിയിട്ടുള്ളത്. ഈ യുദ്ധത്തിന്റെ സന്നിഗ്ധമായ ഈ ഘട്ടത്തില് മുനാഫിക്കുകളും അതുപോലെ മനസ്സിൽ കാപട്യം കയറിയിട്ടുള്ള ആളുകളും അല്ലെങ്കിൽ കാപട്യത്തിന്റെ രോഗം പിടികൂടിയിട്ടുള്ള ആളുകളും അവര് പറയുകയുണ്ടായത് മാ വഅദന അല്ലാഹു വറസൂലുഹു ഇല്ലാ ഗുറൂറ, അള്ളാഹും അവന്റെ ദൂതനും ചതി മാത്രമാണ് നമുക്ക് വാഗ്ദാനം ചെയ്തിട്ടുള്ളത്. അതൊന്നും പ്രയോഗത്തിൽ വരുന്ന ഒരു സംഗതിയല്ല, ഫലിക്കാൻ പോകുന്നില്ല. ഞങ്ങൾക്ക് ഒരിക്കലും തന്നെ ഇങ്ങനെയുള്ള ഈ ഒരു പ്രതിസന്ധിയിൽ നിന്ന് രക്ഷപ്പെടാൻ പറ്റിയ വിധത്തിലുള്ള ദൈവിക സഹായം ഉണ്ടാവുകയില്ല. അതൊക്കെ അടിസ്ഥാനരഹിതമായിട്ടുള്ള വാഗ്ദാനങ്ങളായിരുന്നു എന്നാണ് അവര് പറഞ്ഞുകൊണ്ടിരുന്നത്. ആ ഒരു അവസരമാണ് കൂട്ടത്തിലെ ചിലര് ഉപയോഗപ്പെടുത്തിക്കൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കൽ വന്ന് ഞങ്ങളുടെ കൂട്ടുകുടുംബാദികളൊക്കെ അരക്ഷിതരാണ്, അതുകൊണ്ട് അവരുടെ സംരക്ഷണത്തിനായിട്ട് പോകാൻ ഞങ്ങൾ അനുവദിക്കണം എന്ന് നബിയുടെ അടുക്കൽ വന്ന് പറയുന്നത്. എന്നാൽ അവരെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന സംഗതി അടിസ്ഥാനരഹിതമാണ്. അവരുടെ കുടുംബങ്ങളും വീടുകളും അരക്ഷിതമായിരുന്നു എന്നതല്ല വിഷയം, മറിച്ച് ആ യുദ്ധരംഗം വിട്ട് ഓടുക എന്നതായിരുന്നു അവരുദ്ദേശിച്ചിരുന്നത് എന്നാണ് അള്ളാഹു തുടർന്ന് വ്യക്തമാക്കുന്ന കാര്യം. അപ്പോ ഈ കപടവിശ്വാസികളുടെ സ്വഭാവപരമായ ചില പ്രത്യേകതകൾ, അവര് ദ്വയാർത്ഥമുള്ള വിധത്തിൽ സംസാരിക്കുന്ന കാര്യം ഞാൻ സൂചിപ്പിച്ചു. അത് വിശ്വാസപരമായ കാപട്യം ബാധിച്ച ആളുകൾ ശീലിച്ചു പിന്തുടർന്നു വന്നൊരു നയമാണ്. ത്രൂ ഔട്ട് വിശുദ്ധ ഖുർആനിൽ പലയിടത്തും അവരുടെ ഈ സ്വഭാവം വെളിപ്പെടുത്തുന്ന കാര്യങ്ങൾ പറയുന്നുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കൽ വരുമ്പോ അദ്ദേഹത്തോട് സലാം പറയുന്ന രീതിയിൽ പോലും അവര് ഈ ദ്വയാർത്ഥമുള്ള സാധ്യത ഉപയോഗപ്പെടുത്താറുണ്ടായിരുന്നു. അസ്സലാമു അലൈക്കും എന്ന് പറയുന്നതിന് പകരം അസ്സാമു അലൈക്കും എന്ന് പറയുന്ന ഒരു ശീലം കപട വിശ്വാസികൾക്ക് ഉണ്ടായിരുന്നു. അസ്സാമു അലൈക്കും എന്ന് പറഞ്ഞാല് നിങ്ങൾക്ക് നാശം ഉണ്ടാവട്ടെ എന്നാണ്. അസ്സലാമു അലൈക്കും എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ശാന്തി സമാധാനം ഉണ്ടാവട്ടെ എന്നാണ്. സംസാരത്തില് അവര് ചെറുതായിട്ടൊന്ന് ട്വിസ്റ്റ് ചെയ്തുകൊണ്ട് അവരുടെ മനസ്സിലുള്ള നബിയോടുള്ള വിദ്വേഷവും വെറുപ്പും ഒക്കെ വാക്കുകളെ ട്വിസ്റ്റ് ചെയ്തുകൊണ്ട് അതിനെ ഒളിപ്പിച്ചു വെച്ചുകൊണ്ട് സംസാരിക്കുന്ന ഒരു രീതി അവര് പിന്തുടർന്നിരുന്നു. അതുപോലെ മറ്റൊന്ന് ഖുർആൻ പരാമർശിക്കുന്നത് അവര് റായിന എന്ന് പറയുകയായിരുന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കൽ വന്നിട്ട്. റായിന എന്ന് പറഞ്ഞാല് പ്രത്യക്ഷത്തില് കേൾക്കുമ്പോ തോന്നുന്നു ഞങ്ങളെ ശ്രദ്ധിക്ക്, ഞങ്ങൾക്ക് പറയാനുള്ളതൊന്ന് കേൾക്കൂ എന്നൊക്കെയാണ് അതിന്റെ അർത്ഥം എന്നാണ്. എന്നാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പരിഹസിച്ചുകൊണ്ട് ഞങ്ങളുടെ ആട്ടിടയ എന്ന അർത്ഥത്തിലാണ് ആ വാക്ക് അവര് പലപ്പോഴും പറയാറുണ്ടായിരുന്നത്. അതിന് പകരം ഉള്ളുർന ഇസ്മായിന എന്ന് പറയൂ എന്ന് ഖുർആൻ നിർദ്ദേശിക്കുന്നുണ്ട്. നിങ്ങൾ റായിന എന്ന് പറയണ്ട, നിങ്ങൾ ഉദ്ദേശിക്കുന്നത് ഞങ്ങളെ ശ്രദ്ധിക്കുക എന്നാണെങ്കിൽ നിങ്ങൾ ഇസ്മായിന എന്നോ ഉള്ളൂർന എന്നോ ഞങ്ങളെ കേൾക്കൂ, ഞങ്ങളെ ഒന്ന് ശ്രദ്ധിക്കൂ എന്നോ അർത്ഥമുള്ള പദങ്ങൾ പറഞ്ഞാൽ മതി. റായിന എന്ന ദ്വയാർത്ഥമുള്ള പദം ഉപയോഗിക്കരുത് എന്ന് അള്ളാഹു നിർദ്ദേശിക്കുന്നത് കാണാൻ സാധിക്കും. അപ്പൊ ഇത് കപട വിശ്വാസികളുടെ ഒരു രീതി തന്നെയായിരുന്നു, അവര് ശീലിച്ചു വന്ന ഒരു രീതിയാണ്. അവര് യഥാർത്ഥത്തില് അബ്ദുല്ലാഹിബ്നു ഉബയ്യിബ്നു സുലൂലിനെ പോലെയുള്ള കപട വിശ്വാസികളുടെ നേതൃത്വത്തിൽ ഉണ്ടായിരുന്ന ആളുകൾ അവരുടെ ഭൗതികമായ പല താല്പര്യങ്ങളും തട്ടിത്തെറിപ്പിക്കപ്പെടുകയുണ്ടായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആഗമനത്തോടു കൂടി എന്ന കാരണത്താല് അവരെ വലിയൊരു ഗ്രഡ്ജ് പേറിക്കൊണ്ടാണ് നടക്കുന്നത്. അവസരം കിട്ടുമ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെയും വിശ്വാസികളെയും ചതിയിലകപ്പെടുത്തിക്കൊണ്ട് സാധിക്കുമെങ്കിൽ മദീനയുടെ അധികാരം പിടിച്ചെടുക്കാം എന്ന ഒരു ഉദ്ദേശത്തോടു കൂടി തൽക്കാലം അവര് വിശ്വാസികളുടെ പക്ഷത്ത് അങ്ങനെ നിലകൊള്ളുക മാത്രമായിരുന്നു ചെയ്തിരുന്നത് എന്നതാണ് അവരുടെ നിലപാടുകളും പ്രവർത്തനങ്ങളും ഒക്കെ വെച്ചുകൊണ്ട് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്ന കാര്യം. അപ്പോ നേരത്തെ ഞാൻ ഈ ഞങ്ങളുടെ ഭവനങ്ങൾ അരക്ഷിതമാണ് എന്നത് ഇവര് പറഞ്ഞൊരു
സാഹചര്യം സൂചിപ്പിച്ചുവല്ലോ. ബനൂ ഖുറൈള ഗോത്രം, യഹൂദ ഗോത്രത്തെ ആശ്രയിച്ചുകൊണ്ടാണ് ഈ ഇവരുടെ കുടുംബങ്ങളുടെ സുരക്ഷാ സംവിധാനങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആസൂത്രണം ചെയ്തിട്ടുണ്ടായിരുന്നത്. ബനൂ ഖുറൈള പക്ഷം മാറി ഈ അഹ്സാബിനോടൊപ്പം കൈകോർക്കുന്ന ഒരു നിലപാട് സ്വീകരിക്കുന്നതോടുകൂടി അത് പ്രയോഗത്തില് ഫലപ്രദമല്ലാത്ത ഒരു അവസ്ഥ ഉണ്ടായി വരുന്നു എന്നത് ആണ് ഈ സന്ദർഭത്തില് ഒരു വലിയ വെല്ലുവിളിയായിട്ടുണ്ടായിരുന്നത്. അപ്പോ ഈ ഒരു അവസരം ഉപയോഗപ്പെടുത്തിക്കൊണ്ടാണ് വിശ്വാസപരമായ ദൗർബല്യമുള്ള ആളുകളും കപടന്മാരും രംഗത്ത് വരുന്നതും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കൽ വന്ന് യുദ്ധ രംഗത്ത് നിന്ന് പിൻവാങ്ങി പോകാൻ അനുമതി തേടിക്കൊണ്ടിരുന്നതും ഒക്കെ തന്നെ. അപ്പോ ഈ രണ്ടായത്തുകളുമായി ബന്ധപ്പെട്ടുകൊണ്ട് നിങ്ങളുമായി പങ്കുവെക്കാനുള്ള കാര്യങ്ങളാണ് ഈ പറഞ്ഞിരിക്കുന്ന സംഗതികളൊക്കെ തന്നെ. ബാക്കി ഇൻഷാ അല്ലാഹ് നമുക്ക് തുടർന്നുള്ള ആയത്തുകളുടെ പഠനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് മനസ്സിലാക്കാൻ ശ്രമിക്കാവുന്നതാണ്. അള്ളാഹു നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാവട്ടെ. വാഖിറു ദഅ്വാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇന്നത്തെ ഖുർആൻ പദം ഇവിടെ സമാപിക്കുന്നു. ഖുർആൻ പഠനത്തിൽ പങ്കെടുത്ത എല്ലാവർക്കും അല്ലാഹു അർഹമായ പ്രതിഫലം നൽകി അനുഗ്രഹിക്കട്ടെ. വആഖിറു ദഅ്വാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.